എന്ത് സിനിമയാണ് അവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. കുറച്ച് ലാഗായിരുന്നു. സൂപ്പർ, കുഴപ്പമില്ല. ലൂസിഫറിന് അത്ര നന്നായിട്ടില്ല. ലൂസിഫറാണ് കുറച്ചും കൂടെ നന്നായി. ഹലോ ഗൈസ്, അപ്പോൾ എമ്പുരാങ്ങാട് നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം, ഇത്രയും വലിയ സിനിമ റിയാക്ട് ചെയ്യാനോ റിവ്യൂ പറയാനോ ഞാൻ വളർന്നിട്ടുണ്ടോ എന്നാണ് എൻ്റെ സംശയം. അതവിടെ ഇരിക്കട്ടെ, എന്തായാലും നമുക്ക് റിവ്യൂക്ക് കിടക്കാം. എന്ത് സിനിമയാണ് അവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഒരു മലയാള സിനിമയാണോ? ഒരു മലയാള സിനിമ എന്നൊരു നിലയ്ക്ക് ഈ സാധനം എന്ന് പറയുന്നത് ഹോളിവുഡും ആയിട്ട് ഇങ്ങനെ മുട്ടി നിൽക്കുന്നത് കുടുക്കാച്ച് സാധനമാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. വേറെ ഒന്നും പറയാനില്ല. പൈസ മുറക്ക് ടിക്കറ്റ് എടുത്തവരാണ് നിങ്ങൾ. ഞാനൊരു വാക്ക് തരാം, ആ പൈസ വെറുതെ പോവില്ല. പിന്നെ ഓരോ സിനിമ ഓരോരുത്തരുടെ മൈൻഡ് സെറ്റിനെ സെറ്റാവുള്ളൂ. എനിക്കും എൻ്റെ കൂടെ ഉള്ളവർക്കും കട്ടയ്ക്ക് ഓർക്കായിട്ടുണ്ട് ആ സിനിമ. കട്ടയ്ക്ക് ഓർക്കാൻ പക്കയായിട്ട്. പിന്നെ ചില ആൾക്കാർ, ഇപ്പോൾ ഞാൻ ഫ്രണ്ടിൽ റിവ്യൂ ഇട്ട പോലെ, ചില ആൾക്കാർക്ക് ഇതിനെക്കാട്ടും നല്ല ലൂസിഫർ ആണ് എന്ന് തോന്നിയിട്ടുണ്ടാവും. പക്ഷേ ഇതിൽ ഓരോ ഷോട്ടുകളും അറിയാലോ, വൈഡ് ആംഗിളിൽ വെച്ചിട്ട് എടുത്തിരിക്കുന്നത്. ക്ലോസപ്പ് ഇല്ല ഇതിലും. പിന്നെ ഉള്ള ക്ലോസപ്പുകളിൽ 2-3 കൂടിപ്പോയോ എന്നൊരു സംശയം ഇല്ലാതില്ല. എന്തായാലും വൈഡ് ഷോട്ടാണ് ഇങ്ങനെ. ആ വൈഡ് ഷോട്ടുകളിൽ ഇങ്ങനെ റോമൊക്കെ അടിച്ച് നിൽക്കുന്ന ടൈപ്പ് ഷോട്ടുകളുണ്ട് ചില സംഭവങ്ങൾ. മെയിനായിട്ട് പറയുകയാണെങ്കിൽ ആ ട്രെയിലറിൽ ആ ബാക്ക്ഗ്രൗണ്ടിൽ തീയുള്ളൊരു സംഭവമില്ലേ, എൻ്റെ മോനെ. എന്നിട്ട് ഇതിങ്ങനെ ഇതും വാ അതാണ് ഇതിലെ മാസ് ഫൈറ്റ് എന്ന് പറയാം. അത് ഫൈറ്റ് ചെയ്യാനുള്ള ആണെന്ന് അറിയാലോ. ഇതിലെന്ത് സ്പോയിലർ, ഒരുപാട് സ്പോയിലർ അടിച്ച് തരുന്നില്ല. പിന്നെ ബാക്ക് തിരിഞ്ഞ് നിൽക്കുന്ന ആള് ആരാന്നറിയണ്ടേ? ഞാൻ പറയില്ല, നിങ്ങളെല്ലാം പോയി കണ്ടാൽ മതി. വെറുതെ സ്പോയിലർ അടിച്ച് തരുന്നില്ല. പിന്നീട് എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ, ഫസ്റ്റ് ഹാഫ് കുറച്ച് ലാഗായിരുന്നു. ഉള്ളത് പറയാലോ, ഫസ്റ്റ് ഹാഫ് കുറച്ച് ലാഗായിരുന്നു. എങ്ങനെയാ ചോദിച്ചാൽ, സെക്കൻഡ് ഹാഫും ഫസ്റ്റ് ഹാഫും കൂടി കമ്പയർ ചെയ്യുമ്പോൾ ഫസ്റ്റ് ഹാഫ് ചെറിയൊരു രീതിക്ക് ലാഗ് ഉണ്ടായിരുന്നു. സെക്കൻഡ് ഹാഫിൽ ഗൂസ് ബംസ്, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. സാധാരണ ഒരു സിനിമയിൽ തന്നെ അറിയാമല്ലോ, മെയിനായിട്ടുള്ള പോർഷൻസ് മൊത്തം സെക്കൻഡ് ഹാഫിക്കേ വരുള്ളൂ. അപ്പോൾ ആ സെക്കൻഡ് ഹാഫിൽ നമ്മൾ ഇങ്ങനെ ഒരട്ടി ഇരുത്തു വരുന്നത് ഞാൻ നിങ്ങൾ താടി കൈ വെച്ചിട്ടായിരുന്നു. ഈ കൈ നിലത്തേക്ക് വെക്കണമെന്നില്ല, അമ്മാതിരി സീൻസാണ് അവിടെ പടത്ത് പിടിക്കുന്നത്. എന്തുവാ ഇത്? പിന്നെ ഈ സിനിമയിൽ ഉണ്ടായിരുന്ന ഒരു ഗുണം എന്ന് പറയുമ്പോൾ, ഗുണമല്ല, ദാറ്റ്സ് എ ഒരു ഇത്. അതെന്ന് പറയുമ്പോൾ ഈ സിനിമയിൽ ഓരോ വർക്കേഴ്സും 100% ഡെഡിക്കേഷൻ ഇട്ട് ചെയ്ത സാധനം ഒന്ന് മനസ്സിലായിട്ടുണ്ടത്. മനസ്സിലായോ? പിന്നെ ഇതിലെന്ന് പറയുമ്പോൾ ഓരോരുത്തരുടെ ക്യാരക്ടേഴ്സ് നമുക്ക് പ്രൊഡക്റ്റ് ചെയ്യാൻ പറ്റും. ബട്ട് ദാറ്റ് വൺ ലേഡി ചേഞ്ച്ഡ് ഇറ്റ്. ഓക്കെ, ഇത്രേ പറയുന്നുള്ളൂ. ഇപ്പം ഞാനിതിൻ്റെ റിവ്യൂ ഒന്ന് പറയണമെന്ന് ഒരു നിർബന്ധമില്ല. നിങ്ങൾ ഇതിന് മുന്നേ കുറേ റിവ്യൂ കണ്ടിട്ടുണ്ടാവും, തിയേറ്ററിൽ പോയി സിനിമ ഉള്ളവരുണ്ടാവും. അപ്പോൾ എൻ്റെ ഈ റിവ്യൂ ഒന്നും ഒരു റിവ്യൂ അല്ല. സത്യം പറഞ്ഞാൽ ആ സെക്കൻഡ് ഹാഫ് ഗൂസ് ബംസ് എന്നൊക്കെ പറയില്ലേ, ആ സാധനം. ലാലേട്ടൻ്റെ ഓറതാ ഇവിടെ നിൽക്കുന്നത്, പൃഥ്വിരാജിൻ്റെ പെട്ടി ഒപ്പത്തിനൊപ്പമുള്ള ആ ഒരു സീന്. മറ്റേ പോസ്റ്ററിൽ ട്രെയിലറിൽ നടന്ന സീനില്ലേ, എൻ്റെ മോനെ ാണ് സീന്. പിന്നെ പടത്തിൽ മെയിനായിട്ടൊരു ട്വിസ്റ്റ് ഉണ്ട്. എന്താ അറിയോ? പറയട്ടെ? ഇല്ല, ഞാൻ പറയില്ല. പോയി കണ്ടു തന്നെ അറിയണം. മനസ്സിലായി? ട്വിസ്റ്റ് എന്ന് പറയുമ്പോൾ അത് പ്രധാന നിർണായക ഘട്ടമാണ്. നമ്മൾ പ്രതീക്ഷിക്കാതിരിക്കുമ്പോൾ അങ്ങനെ ഒരു ട്വിസ്റ്റ്. യെസ്, ആ ട്വിസ്റ്റ് അവിടെ വന്നു.
പിന്നെ പറയാലോ, ഇതൊരു ചെറിയ പടമായത് കൊണ്ട് വലിയ ഹൈപ്പൊന്നും വേണ്ട. ഇതേ ഒരു ചെറിയ പട കണ്ടാ തോന്നില്ല കേട്ടോ. ഒരു വൈഡ് ആംഗിളിൽ 3 ഹെലികോപ്റ്ററൊക്കെ വേറെ കൂടെ പറക്കണേ. പിന്നെ വണ്ടികൾ ഇടിച്ച് പൊളിച്ച് കത്തിച്ച് കളയാൻ ഏറ്റവും അവസാനമില്ല. അവിടെ മരം നിന്ന് കത്തണം, ഇപ്പുറത്തെ മല നിന്ന് കത്തണം, നടുവിൽ വണ്ടി നിന്ന് കത്തണം. ലോ ബഡ്ജറ്റ് സിനിമ, ചെറിയ സിനിമ. ലോ ബഡ്ജറ്റാണ് പറയണ്ടില്ല, കൈന്നിട്ടാണ്. ചെറിയ സിനിമയാണ് എന്താ പറയുന്നത്. എന്തുവാ ഇത്? എന്ത് പറഞ്ഞാലും തിയേറ്റർ എക്സ്പീരിയൻസ് മസ്റ്റ്. പിന്നെന്താണ്, ഡയലോഗ് കുറച്ച് കുറവായിരുന്നു. ആർക്കാന്നറിയോ? ബാക്കിയുള്ള ക്യാരക്ടേഴ്സിനെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഡയലോഗ് കുറച്ച് കമ്മി ആയിരുന്നു. ആർക്ക്? ലാലേട്ടന്. അതവിടെ ഒരു പോരായ്മയായിട്ട് തോന്നിയില്ല. വന്ന സീനില് ആറാടുന്നോടാ, ആറാടുക ഓരോ സീനുകളും. മനസ്സിലായോ? പിന്നെ വലുതായിട്ട് ഒന്നും പറയാനില്ല. നെഗറ്റീവ് പറയുമ്പോൾ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ഹ്യൂമൻ ബീങ്സ് മൈൻഡ് സെറ്റ് ആൻഡ് ഹ്യൂമൻസ്. ഓക്കെ, എന്തായാലും എനിക്കൊന്നേ പറയാനുള്ളൂ, ഇത് മലയാള സിനിമയിലെ ഒരു വലിയൊരു വഴിത്തിരിവായിരിക്കും. വലിയൊരു വഴിത്തിരിവാണ്. ഇത് കത്തും, കത്തും പറഞ്ഞാൽ കത്തും. ഇതൊക്കെ അത്രേ ഉള്ളൂ. സ്റ്റീഫൻ നെടുമ്പള്ളി വിളിക്കും. പിന്നെ സിനിമ കഴിഞ്ഞത് അങ്ങനെ തിയേറ്ററിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി വരാമെന്ന് വിചാരിക്കരുത്. നമ്മുടെ രാജുവണ്ണൻ തന്നെ പറഞ്ഞിട്ടുണ്ട് തിയേറ്ററിൽ കുറച്ച് നേരം ഇരിക്കാൻ. എന്താ കാരണം എന്നറിയോ? ഒന്ന് L3 ടൈറ്റിൽ കാർഡ്, പിന്നെ അടുത്തതെന്ന് പറയുമ്പോൾ ഇങ്ങനെ താങ്ക്സ് ടു പറഞ്ഞിട്ട് ഇങ്ങനെ എഴുതി കാണിക്കുമല്ലോ. അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ അല്ല, ഞാനൊന്നും പറയുന്നില്ല. ആ സംഭവത്തിൽ ഒരു സസ്പെൻസ് ഇരിക്കുന്നുണ്ട്. മനസ്സിലാവേണ്ടവർക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അത്രയും പറയാനുള്ളൂ. പടം നിങ്ങൾ മസ്റ്റ് തിയേറ്റർ വായിച്ച സാധനം പടം കയറും. റിവ്യൂ ഇടാൻ വൈകിയത് എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് ഷോയിൽ ടിക്കറ്റ് കിട്ടിയില്ല. അത് കാരണം സെക്കൻഡ് ഷോയ്ക്കാണ് പോയത്. 4 ഷോയിലും അല്ല 3 ഷോയിലും ഹൗസ്ഫുള്ള്. അപ്പോൾ 4ാമത്തെ ഷോ സെക്കൻഡ് ഷോ എടുത്തു. നൂണും മാറ്റിനെയും ഹൗസ്ഫുള്ള്. അപ്പോൾ സെക്കൻഡ് ഷോ കയറിയതാണ്. പടം നിങ്ങളെ മസ്റ്റ് തിയേറ്റർ വാച്ച് മൂവിയാണ്. നിങ്ങൾ പൈസ മുടക്കി ടിക്കറ്റ് എടുത്തിട്ടുണ്ടോ? വർത്താണ്. വർത്ത് എന്ന് പറഞ്ഞാൽ പക്ക വർത്ത്. ആ ടിക്കറ്റിൻ്റെ പൈസ വേസ്റ്റ് ആവില്ല. ഒരു വിഷ്വൽ ട്രീറ്റ് അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ഒരു കാര്യം, മ്യൂസിക് ഗൂസ് ബംസ് പറയാമല്ലോ, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. മ്യൂസിക് വേറെ ലെവല്. ചെറിയ പടമാണ് എന്നുള്ളൊരു മൈൻഡ് സെറ്റോടുകൂടി വേണം തിയേറ്ററിനുള്ളിൽ കയറാൻ. ഒരുപാട് വലിയ ഹൈപ്പ് കൊടുത്തിട്ട് കയറിയാൽ നമുക്ക് വലിയൊരു ഇതായിട്ട് തോന്നില്ല. ഞാൻ ഒരുപാട് ഹൈപ്പില്ലാത്തത് കൊണ്ട് കയറിയത് കൊണ്ടാണ് തോന്നുന്നു കറക്റ്റ് വർക്കായി. പക്ക ഒരുപാട് ഹൈപ്പ് കൊടുക്കാതെ ഒരു മിനിമം ലെവൽ ഹൈപ്പ് കൊടുത്ത് കയറിയ പടം നെയ്സാണ്. നെയ്സ് എന്ന് പറയുന്നത് നെയ്സാണ്. റിവ്യൂ പറയുമ്പോൾ ഉള്ളതുള്ളതുപോലെ പറയണം. ഞാനിപ്പോൾ ഉള്ളതുപോലെ പറഞ്ഞിട്ടുണ്ട്. ഇതിൽ പച്ച വെള്ളം തീർത്തില്ല, വെള്ളം തൊടാതെ മുഴുകിക്കൊള്ളണം. മനസ്സിലായില്ലേ? അപ്പോൾ ഇറ്റ്സ് മീ എ കെ വ്ളോഗ് ഒഫീഷ്യൽ. ബൈ ബൈ.